ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഉപവാസ സമരവുമായി MLA ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, എവിടെയാണ് ഈ സമരം? ഇത് ഏകദിന ഉപവാസ സമരം എന്ന നിലയ്ക്കാണോ? ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ആലുവ MLA അൻവർ സാദത്ത് ഇപ്പോൾ ഉപവാസ സമരമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി സമാപിക്കും. ഇതിനകത്ത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ചൂണ്ടിക്കാട്ടിയാണ് MLA തന്നെ ഇത് രംഗത്തെത്തിയിരിക്കുന്നത്. ആലുവയുടെ ഉപവാസ സമരം എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിഷേധം. ആലുവയുടെ ഉപവാസ സമരം എന്ന രീതിയിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ MP മാർ അവിടെ എത്തിയിരുന്നു. അപ്പം ഇതിനകത്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് BJP നേതാവ് ഇന്ന് സഭാസ്ഥാനം സന്ദർശിച്ച ശേഷം പറയുന്നുമുണ്ട്. എന്താണ് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞ ഇത് ആലുവയിലെ ജനങ്ങളുടെ ഒരു പിന്തുണയിന് ആ 2 സിസ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടനാ ലംഘനമാണ് നടന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം. പിന്നെ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും എത്തിയിട്ടുണ്ട്. സിസ്റ്റേഴ്സ്, നമ്മുടെ അദ്വൈതാശ്രമത്തിലെ സ്വാമിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വൈകിട്ട് ചക്കിയത്ത് പിതാവാണ് ഇത് നാരങ്ങനീര് നിൽക്കുന്നത്. ഇപ്പം ഞാൻ TV കണ്ടു, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണ്, ഒന്നുകൂടി കടുപ്പിച്ചേക്കണ്. അപ്പോൾ അമിത്ഷാ പറയുന്നു സംസ്ഥാന BJP ഇടപെട്ടിട്ടുണ്ടോ? അതിനകത്തൊരു പ്രതീക്ഷയുണ്ടോ? സംസ്ഥാന BJP ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? കാര്യമായ രീതിയിൽ ഇടപെടുമെന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. ഒരു നാടകമാണ് അത്. ഇടപെട്ടെന്ന് പറയുന്നതൊക്കെ ഒരു നാടകമാണ്. അങ്ങനെ ഇടപെട്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് സുഖമായി ഇപ്പം പറഞ്ഞ ഇവർ കോടതി, നമുക്കറിയാലോ, കോടതിയിലിരിക്കണമെന്ന് ഇപ്പം ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ഞാൻ ചോദിക്കുക, കോടതിയിലേക്ക് പോകുന്നതിനും കേസ് എടുക്കുന്നതിന് മുമ്പ് ഈ BJP നേതാക്കന്മാർ എല്ലാവരും അറിഞ്ഞ് അവരെ ശ്രദ്ധയിൽപ്പെട്ട് അവർ എന്തുകൊണ്ട് ഇവർ നിരപരാധിയാണ്, അവരല്ല ഈ വകുപ്പ് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിനല്ലേ മനുഷ്യക്കടത്ത്. ആദ്യം പറഞ്ഞ് മതപരിവർത്തനം, അതില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മനുഷ്യക്കടത്താക്കി. അപ്പോൾ ഇത് മനഃപൂർവ്വം ഭരണഘടനാ ലംഘനമാണ് ഈ 2 സഹോദരിമാർക്ക് നടന്നത്. അതാണ് അനുജ വ്യക്തമാക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇത് കെട്ടിച്ചമച്ചതാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇടപെടുന്നത് നാടകമാണെന്നാണ് ഇപ്പോൾ അൻവർ സാദത്ത് MLA വ്യക്തമാക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ തരത്തിലുള്ള ആളുകളും ഇപ്പോൾ ആലുവ ഈ ടൗൺ ഹാളിന് മുന്നിലുള്ള ഉപവാസ സമരവേദിയിലേക്ക് എത്തുന്നുണ്ട്. അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയവുമില്ല. കൃത്യമായി തന്നെ കന്യാസ്ത്രീകളെ വിട്ട് അതിനെ മോചിപ്പിക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും അൻവർ സാദത്ത് MLA വ്യക്തമാക്കിയിരിക്കുകയാണ്. ആലുവയുടെ പിന്തുണ എന്ന തരത്തിലാണ് കന്യാസ്ത്രീകൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് MLA ഒരു ഉപവാസ സമരം നടത്തുകയാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഈ ഉപവാസ സമരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.